വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കിടക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള, ഡി മണി എന്ന ഡിണ്ടിഗൽ മണി, എന്താണ് കൂടുതൽ എന്തെങ്കിലും മൊഴികൾ ഉണ്ട്? ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ഉയർന്ന വിഗ്രഹക്കടത്ത് ആരോപണത്തിൽ ഡി മണിയെ കൂടാതെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ SIT. ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾ SITയുടെ ചോദ്യമുനയിലേക്ക് വരികയാണ്. ബാലമുരുകൻ അടക്കം 3 പേരെയാണ് ചോദ്യം ചെയ്യുക. മണിക്ക് സിം കാർഡുകൾ എടുത്തു നൽകിയവരെയും ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചു. നാളെ ചോദ്യം ചെയ്യലിനെത്തുമെന്ന് ഡി മണി SITയെ അറിയിച്ചിട്ടുണ്ട്. പ്രവാസി വ്യവസായിയുടെ മൊഴിയും വീണ്ടും എടുക്കും. ആദ്യ മൊഴിയിൽ വ്യക്തത തേടിയാണ് വീണ്ടും മൊഴിയെടുപ്പ്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ തൊണ്ടിമുതൽ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഹരിമോഹനും അഷ്കറും അലിയും തത്സമയം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് അഷ്കർ, ഗുഡ് മോർണിംഗ് ഹരി. ആദ്യം ഞാൻ ഹരിയിലേക്ക് പോകുന്നു. ഹരി, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. SITക്ക് കൊടുത്തിരിക്കുന്ന മൊഴികളിൽ ഇനിയും കുറച്ചധികം ആളുകൾ കൂടിയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിലേറെ കൗതുകകരമായ കാര്യം ഈ മണി എന്ന ഡിണ്ടിഗൽ മണി എന്ന ഡി മണിയുടെ ഫോൺ ഉപയോഗമാണ്. അയാൾക്ക് സ്വന്തമായിട്ട് ഫോണില്ല. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ സ്വന്തമായിട്ട് ഫോൺ ഉപയോഗിക്കാത്ത വ്യക്തിയാണ്. നോക്കൂ, 3 പേരുടെ പേരിലാണ് അയാൾ സിം എടുത്ത് അയാൾ ആ ഫോണുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്വന്തമായിട്ടൊരു ഫോണും ഉപയോഗിക്കാതെ തന്ത്രങ്ങൾ ഒരുപാട് കയ്യിലുള്ള കക്ഷിയാണ് ഈ ഡി മണി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും SITക്ക് കൂടുതൽ പേരുകൾ കിട്ടിയിട്ടുണ്ട്. ഇവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ സിം എടുത്ത് കൊടുത്തയാൾ ഡി മണിക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത്, മൊത്തം ഈ ദുരൂഹത പൊളിക്കാൻ തന്നെയല്ലേ SITയുടെ നീക്കം ഹരി? അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും സ്വന്തമായി ഫോൺ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് നമ്പറുകൾ ഡി മണിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് തന്നെയാണ് SIT പറയുന്നത്. അത് പല അർത്ഥത്തിൽ, അതായത് ഫോൺ നമ്പറുകളാണെങ്കിൽ 3 നമ്പറുകൾ നിരന്തരമായി ഇയാൾ ഉപയോഗിക്കുന്നുണ്ട്, മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ 3 പേരുടെ പേരുകളിലുള്ളതാണ്. അതിൽ ഒരാൾ ആരാണെന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. അത് ബാലമുരുകൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. നേരത്തെ റിപ്പോർട്ടിലൂടെ ബാലമുരുകൻ ഇക്കാര്യങ്ങൾ സംസാരിച്ചതുമാണ്. ഇതല്ലാതെ മറ്റ് 2 നമ്പറുകൾ മറ്റ് 2 വ്യക്തികളുടെ പേരിലുള്ളതാണ്. അതായത് ചുരുക്കത്തിൽ ഡി മണി എന്ന് പറയുന്ന ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലറുടെ കയ്യിൽ സ്വന്തം പേരിലെടുത്ത ഒരൊറ്റ സിം കാർഡ് പോലും ഇല്ല എന്നുള്ളതാണ് SIT നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇത് വലിയൊരു ദുരൂഹതയാണ് സൃഷ്ടിക്കുന്നത് എന്ന് കൂടി SIT പറയുന്നത്. അതുകൊണ്ടാണ് നാളെ ഒരു ചോദ്യം ചെയ്യലിന് ഇവരെയും കൂടി വിളിപ്പിച്ചിട്ടുള്ളത്. SITയുടെ ഓഫീസിലേക്ക്, ക്യാമ്പ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ സിം കാർഡ് എടുത്തു കൊടുത്തവർ, ഒപ്പം തന്നെ മറ്റു ചില ആളുകൾ, അതായത് ഡിണ്ടികളിൽ ഡി മണിക്ക് സഹായം ചെയ്ത് നൽകി എന്ന് കരുതപ്പെടുന്ന ആളുകളെ കൂടി വിളിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെയാണ് നേരത്തെ നമ്മൾ കണ്ട ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വിരുദ്നഗർ സ്വദേശിയായിട്ടുള്ള വ്യക്തിയെ കൂടി വിളിപ്പിച്ചിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള കണക്ഷൻ പരസ്പരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നിലവിൽ SIT. കാരണം ഇവർ എല്ലാവരും ഈ ആരോപണങ്ങൾ ഒന്നിനൊന്ന് നിഷേധിക്കുകയാണ്. ആദ്യം ഡി മണി നിഷേധിക്കുന്നു, പിന്നെ ശ്രീകൃഷ്ണൻ നിഷേധിക്കുന്നു. വിഗ്രഹക്കടത്ത് ആരോപണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി തള്ളിക്കളയുന്നു. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ CDR രേഖകളിൽ ഈ പറയുന്ന ശ്രീകൃഷ്ണന്റെ നമ്പർ ഉണ്ട് എന്ന് തന്നെ SIT കണ്ടെത്തിയതോടുകൂടിയാണ് ശ്രീകൃഷ്ണനെ വിളിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതുകൂടാതെയാണ് പ്രവാസി വ്യവസായി, പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള പ്രവാസി വ്യവസായിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് SIT കടക്കുന്നത്. പക്ഷേ ഇയാളെ നേരിട്ട് വിളിച്ചു വരുത്തില്ല. അതിനൊരു രഹസ്യ സ്വഭാവം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾ എവിടെയാണോ അവിടെ എത്തിക്കൊണ്ട് ആ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. അതായത് മൊഴികളിൽ ചില വ്യക്തത കുറവുകളുണ്ട്. ആ വ്യക്തതകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ SIT നടത്തുന്നത്. എന്തായാലും നാളെ നിർണായകമായിട്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാവുക. അരുൺ, ഓക്കെ, അപ്പോൾ ഡി മണി ഒരു ചെറിയ പുള്ളിയല്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? സ്വന്തമായിട്ട് ഒരു മൊബൈൽ ഫോണും ഡി മണി ഉപയോഗിക്കില്ല. പകരം മറ്റുള്ള 3 പേരുടെ കയ്യിലാണ്. ഇതൊക്കെ ബിനാമി ഇടപാടുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ അഷ്കർ അലി ഡിണ്ടിഗൽ എത്തിയിട്ടുണ്ട്. അവിടെ ഡി മണിയെക്കുറിച്ചുള്ള ചില പ്രാഥമികമായ പരിശോധനകളും അന്വേഷണവും ഒക്കെ നടത്തിയിട്ടുണ്ട്. അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി, വെരി ഗുഡ് മോർണിംഗ്. കാലയെ വണക്കം. ഡിണ്ടിഗലിലാണ്, നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ രാവിലെ ഡിണ്ടിഗലിൽ? നമുക്ക് ഈ മണിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരുപാട് ചുരുളുകൾ അഴിക്കാനുള്ള ഒരു ദുരൂഹതയായിട്ടാണ് തോന്നുന്നത് അല്ലേ? അത്ര ഒരു നിസ്സാരക്കാരനല്ല, ലളിതമായിട്ടുള്ള ജീവിതമൊക്കെയാണ്. പക്ഷേ അയാൾ ഒരു ഒന്നാന്തരം ബ്രോക്കറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങളിൽ അയാൾ ബ്രോക്കറാണ് എന്നുള്ള കാര്യം ഇനി പുറത്തു വരേണ്ടതാണ് അല്ലേ അഷ്കർ? അരുൺ, ഗുഡ് മോർണിംഗ്. അത്തരം നിരവധി ദുരൂഹതകൾ മണിയെക്കുറിച്ച് നമുക്ക് ഇവിടെ വന്ന ശേഷം കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ മണിയുടെ വളർച്ചയാണ്. മണിയുടെ സാമ്പത്തിക വളർച്ച മുഴുവൻ സംശയനിഴലാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതിനേക്കാൾ വലിയ നേരത്തെ സിം ഉപയോഗം എങ്ങനെയാണോ, അഥവാ സ്വന്തം പേരിൽ ഒരു സിം പോലും കൊടുക്കാതെ മറ്റ് 3 പേരിലുള്ള സിം എങ്ങനെയാണോ മണി ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെയാണ് മണിയുടെ സാമ്പത്തിക ഇടപാടുകളും എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. പ്രത്യേകിച്ച് ഭൂമി വാങ്ങുന്നതാണെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതാണെങ്കിലും ഇതൊക്കെ തന്നെ ബിനാമി പേരിലാണ്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഇത്തരത്തിൽ ഈ ദിണ്ടിഗൽ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം
മണി നടത്തി എന്നതാണ് ഇവിടുത്തെ തന്നെ മാധ്യമപ്രവർത്തനം നമ്മളോട് പങ്കുവെക്കുന്ന വിവരം. അത്തരത്തിൽ വലിയ തോതിൽ അഥവാ കുറഞ്ഞ സെന്റ് ഭൂമിയിൽ 3 നില കെട്ടിടം ഒരു ഓഫീസ് അടക്കം പണിത് കഴിഞ്ഞ് കുറച്ച് വർഷത്തിനുള്ളിലാണ് നിരവധി വാഹനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വാഹനങ്ങളൊന്നും തന്നെ മണിയുടെ പേരിലല്ല എന്നും ഈ സുഹൃത്തുക്കൾ പറഞ്ഞു. അങ്ങനെ പല ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിനാമി ഇടപാടിലൂടെയാണ് തൻ്റെ എല്ലാ കാര്യങ്ങളും മണി കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ അങ്ങേറ്റം സാധാരണക്കാരനായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മണിയും അതിവേഗം ഇത്തരത്തിൽ ക്യാൻറ്റീൻ മണിയായും പോപ്കോൺ മണിയായും അതുപോലെ തന്നെ ഫിനാൻസ് മണിയായും ദിണ്ടിക്കൽ മണിയായും ഒക്കെയുള്ള വളർച്ച അങ്ങേയറ്റം ദുരൂഹമാണ്. ആ ദുരൂഹതകളൊക്കെ തന്നെ നാട്ടിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. തൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ല എന്നുള്ളതാണ് മണി ആവർത്തിച്ച് പറയുന്നതെങ്കിലും മണി എങ്ങനെയാണ് മണി ആയത് എന്നതിൻ്റെ പിന്നിൽ വലിയൊരു ക്രൈം സ്റ്റോറി കൂടിയുണ്ട് എന്ന് നാട്ടിൽ പറയുന്നത്. ഒരു തട്ടിക്കൊണ്ടുപോകലിൻ്റെയും അതുപോലത്തെ സമാനമായ രീതിയിലുള്ള പിടിച്ചുപറിയുടെയും സാമ്പത്തിക തട്ടിപ്പിൻ്റെയും ഒക്കെ ഒരു കഥയാണ്. അതിൻ്റെ ആധികാരികതകൾ വന്ന ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ അങ്ങേയറ്റം ദുരൂഹമായ കഥാപാത്രങ്ങളും കഥകളിലൂടെയും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് മണി. മണിയുടെ ഇടപാടുകൾക്ക് കൂട്ടുനിന്ന ആളുകളെ കൂടി ലഭിക്കുമ്പോൾ മാത്രമേ ഇപ്പോൾ SIT സംഘത്തിന് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയും. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ദിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകന്റെ വീട്ടിലേക്ക് SIT സംഘം എത്തുന്നത് ഡി മണിയെ ചോദിച്ചാണ്. ആ ഘട്ടം വരെ SIT അടക്കം വിശ്വസിക്കുന്നത് ഡി മണിയും ബാലമുരുകനും ഒന്നായിരുന്നു എന്നാണ്. പക്ഷേ ബാലമുരുകന്റെ പേരിലുള്ള സിം ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഡി മണി എന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത്. അങ്ങനെ അങ്ങേറ്റം നിഗൂഢതകൾ നിറഞ്ഞ ദിണ്ടിഗൽ സംഘമാണ് ഇപ്പോൾ നാളെ SITക്ക് മുന്നിൽ ഹാജരാകാൻ പോകുന്നതും. ഓക്കെ, താങ്ക് യു. അഷ്കർ അലി കരിമ്പയാണ് ഡിണ്ടിഗലിൽ നിന്ന് മണിയുടെ ജാതകമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ജാതകം വല്ലാത്തൊരു ജാതകമാണ് കേട്ടോ. അദ്ദേഹം തുടങ്ങിയതൊരു സിനിമാ ശാലയിലെ പോപ്കോണിൽ നിന്നാണ്. അവിടെ നിന്ന് ഫിനാൻസ് പണിയാവുന്നു, അവിടെ നിന്ന് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആവുന്നു, ഒടുവിൽ പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം ഈ ആന്റിക്കുകളുടെ കൈമാറ്റത്തിലും ഇയാൾ ഇടനിലക്കാരനായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 500 കോടിയൊക്കെ എന്തായാലും സ്വന്തമായിട്ട് ഈ ഡി മണിയുടെ കയ്യിലെടുക്കാനില്ല. അപ്പോൾ ബാലമുരുകനോ അയാളും ഇതേപോലെ ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ ഇവരൊക്കെ ഇടനിലക്കാരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ മുതല എവിടെയോ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് മുതലയാണെങ്കിലും നമ്മൾ പൊക്കും എന്നുള്ളതാണ്. SIT എന്തായാലും നാളെ ഈ ഡി മണിയെ ചോദ്യം ചെയ്യും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഡി മണി തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും ചെയ്യും.